കരുവന്നൂർ കേസിൽ പാർട്ടിക്കും നേതാക്കൾക്കുമെതിരായ ഇഡിയുടെ കുറ്റപത്രം രാഷ്ട്രീയ നാടകത്തിന്റെ തിരക്കഥയാണെന്ന് സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ. എൽഡിഎഫിന്റെ ഭരണ തുടർച്ചയെ ഭയപ്പെടുന്നവർ നടത്തുന്ന ഗൂഢാലോചനയാണിതെന്നും വിജയരാഘവൻ പറഞ്ഞു. പാർട്ടിയെയും നേതാക്കളെയും കരുവന്നൂർ കേസിൽ പ്രതി ചേർത്ത ഇഡിക്കെതിരെ സിപിഎം തൃശൂരിൽ സംഘടിപ്പിച്ച ജനകീയ പ്രതിഷേധ റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇത് യഥാർത്ഥത്തിൽ കുറ്റപത്രമല്ല, ഇത് ഇഡി തയ്യാറാക്കിയ ഒരു തിരക്കഥയാണ്. ഇഡിയുടെ രാഷ്ട്രീയ നാടകത്തിന്റെ തിരക്കഥയാണ് ഈ രൂപത്തിൽ ഇപ്പോൾ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ബി.ജെ.പി. ഇതര സർക്കാരുകളെയും രാഷ്ട്രീയ പ്രതിയോഗികളെയും ഇഡിയെ ഉപയോഗിച്ച് അപകീർത്തിപ്പെടുത്തുകയാണ് കേന്ദ്ര സർക്കാർ. ലോകം കണ്ട പ്രാകൃത നിയമങ്ങളിലൊന്നാണ് മോദി ഇഡിയെ വെച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബി.ജെ.പിക്ക് പ്രതിപക്ഷവും കൂട്ടുനിൽക്കുകയാണ്. ഈ കള്ളക്കേസുകളിൽ ഭയപ്പെടുന്ന പാർട്ടിയല്ല സിപിഎം എന്നും അദ്ദേഹം പറഞ്ഞു. വെള്ളം കൂട്ടാതെ വിഴുങ്ങാനുള്ള കളവുകളുടെ മഹാസാഗരത്തിൽ മുങ്ങിപ്പോകുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് കരുതി പോകരുത്. സുപ്രീം കോടതി വരെ വിമർശിച്ച ഇഡിയുടെ വിശ്വാസ്യതയും സത്യസന്ധതയും നഷ്ടമായി. ഭീഷണിപ്പെടുത്തി പണം വാങ്ങുന്ന ഏജൻസിയായും ഇഡി മാറിയെന്ന് തെളിയിച്ച സംസ്ഥാനമാണ് കേരളമെന്നും എ വിജയരാഘവൻ കൂട്ടിച്ചേർത്തു. എത്ര തവണയാണ് ഇന്ത്യയിലെ സുപ്രീം കോടതിയിൽ ഇഡിക്കെതിരായ പരാമർശങ്ങൾ വന്നത്? ഇഡി ആളുകളെ ഭീഷണിപ്പെടുത്തി കേസിൽപ്പെടുത്തുമെന്ന് പറഞ്ഞ് പണം വാങ്ങുന്ന ഒരു ഏജൻസിയാണ് എന്ന് കയ്യോടെ തെളിയിക്കപ്പെട്ടില്ലേ? അത് തെളിയിക്കപ്പെട്ടത് ഈ കേരള സംസ്ഥാനത്തിലാണ്. ഇവിടെ നിന്നാണ് അത് തെളിയിക്കപ്പെട്ടത്. ഇതാ ഇങ്ങനെയാണ് ഈ സ്ഥാപനം പോകുന്നത്. ജനത്തിന്റെ മുന്നിൽ ഈ ഇഡിയെ സംബന്ധിച്ചുള്ള വസ്തുത പുറത്തു വന്നു. നിയമാനുസൃതം പ്രവർത്തിക്കുന്ന സിപിഎം ഓലപ്പാമ്പ് കണ്ടാൽ പേടിക്കില്ലെന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി കെ.വി. അബ്ദുൽ ഖാദർ പറഞ്ഞു. സിപിഎമ്മിനെതിരെ വ്യാജ ആരോപണങ്ങൾ ഉയർത്തുന്ന ഇഡിക്ക് ബി.ജെ.പിയുടെ കൊടകര കുഴൽപ്പണക്കേസും കൊടുങ്ങല്ലൂർ കള്ളനോട്ട് കേസും ഒന്നുമല്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പ്രതികൾ ബി.ജെ.പി. ആണെങ്കിൽ അവർക്കത് കള്ളനോട്ടുമല്ല, കുഴൽപ്പണവുമല്ല. കൊടകരയിലെ കുഴൽപ്പണത്തെ കുറിച്ചുള്ള അന്തിമ കുറ്റപത്രത്തിൽ ഇഡി എന്താ പറഞ്ഞത്? ഇഡി പറഞ്ഞു അത് കുഴൽപ്പണമല്ല, കള്ളപ്പണമല്ല, മറിച്ച് അത് വസ്തു ഇടപാടിനുള്ള പണമാണ് എന്നാണ് പറഞ്ഞത്. ഈ നിമിഷം വരെ കള്ളനോട്ട് കേസ് അന്വേഷിക്കാൻ തയ്യാറാവാത്ത ഏജൻസിയാണ് ഇഡി. പോലീസ് ഔദ്യോഗികമായിട്ട് ആവശ്യപ്പെട്ടു, പക്ഷെ എന്നിട്ടും അന്വേഷിക്കുന്നില്ല. അവരാണ് ഈ കേസിലെ ഒന്നാം പ്രതിയെ ഭീഷണിപ്പെടുത്തി പ്രലോഭിപ്പിച്ച് അയാളുടെ കള്ളമൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇവരെ പ്രതികളാക്കിയിട്ടുള്ളത്. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ യോഗത്തിൽ സിപിഎം സംസ്ഥാന സമിതി അംഗം എം വർഗീസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സമിതി അംഗം എം.കെ. കണ്ണൻ, എം.എൽ.എമാരായ കെ.കെ. രാമചന്ദ്രൻ, സേവ്യർ ചിറ്റിലപ്പള്ളി, യു.ആർ. പ്രദീപ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി.കെ. ഷാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. സ്വരാജ് റൗണ്ട് ചുറ്റി നടന്ന റാലിയിൽ നിരവധി പ്രവർത്തകർ അണിനിരന്നു. TCV തൃശൂർ.